ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ നല്ല കാര്യം. അല്ലാതെ ഞാൻ എന്താ പറയാ, നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്കിതിൽ അറിയില്ലായിരിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് വരുന്നതിനാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് വരുന്നതിനാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുതേ ദയവായി. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുതേ ദയവായി. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. കിട്ടിയല്ലോ. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങൾ അത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. അതെ, അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം, ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.